എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിവിടെ നമുക്കൊരു ഉഗ്രൻ കഥ കേട്ടാലോ? ഉഗ്രൻ ഹൊറർ കഥ. ഇത് കഥ കേട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, അല്ലെങ്കിൽ സ്വീകരിക്കാം. കഥ കേട്ടാൽ ശരിക്കും നിങ്ങൾ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി കഥയിലേക്ക്. ഞാൻ ബോംബെക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. സമയം നോക്കിയപ്പോൾ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. കുറുക്കന്മാരുടെ ഓരോരും ഞാൻ കേട്ടു. നത്തിൻ്റെയും കൂമ്പൻ്റെയും കരച്ചിലും കാലം കോഴിയുടെ പോലും അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. കോരിച്ചെറിയുന്ന മഴയും അതിനിടയിൽ കരണ്ടും പോയി. പെട്ടെന്ന് ഒരു പാദസരത്തിൻ്റെ ശബ്ദവും ഞാൻ അടുത്ത് വന്ന് കേട്ടു. ഞാൻ കാണുവാൻ വേണ്ടി ഒരു സിഗരറ്റിൻ്റെ തീ കൊളുത്തി. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഒരു വെള്ള ചുരിദാർ ധരിച്ച് റെയിൽവേ പാളത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടു. ഞാൻ ആരാണെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ അവിടേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ചതും അത് അവിടെ ഒരു പ്രതിമ കണക്കിന് നിന്നു. ട്രെയിൻ വന്ന് കടന്നുപോയി, എങ്കിലും അത് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. ഞാനതിനെ തൊട്ടപ്പോൾ അവിടെ ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് ഭയം വന്നു തുടങ്ങി. അങ്ങനെ ബോംബെയിലേക്ക് പോയി. എന്നിട്ട് ഞാൻ അവിടുത്തെ ജോലിയെല്ലാം തീർത്ത് ഓണത്തിന് അവധിക്ക് വന്നു. അപ്പോഴും ഞാൻ രാത്രി നോക്കിയപ്പോൾ ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചതും ആ റെയിൽ പാളത്തിൽ ഒരു സ്ത്രീ ട്രെയിൻ